നമസ്കാരം, ഞാൻ ജ്യോത്സ്യൻ ശ്രീനാഥ്. ഇന്ന് നമ്മൾ താമസിക്കുന്ന വീടുകളുടെ ഒരു ഗുണങ്ങൾ എത്രയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഈശ്വരാനുഗ്രഹം എത്രയുണ്ട് എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട് ജനങ്ങൾ. ഞാൻ താമസിക്കുന്ന വീട് നല്ലതാണോ? ഇത് വാസയോഗ്യമാണോ? ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഗുണമാണോ അതോ ദോഷമാണോ ചോദിക്കാറുണ്ട്. ഇത് ആ വീടുകളെ സംബന്ധിച്ചാണ്. പൊതുവെ സ്വന്തമായിട്ടുള്ള വീടുകളാണ് പ്രധാനപ്പെട്ട്. ഇനി നമ്മൾ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും ആ വീടിന് ഒരു സാമാന്യം ദൈവാനുഗ്രഹം വേണം. അപ്പോൾ ആ വീടുകളിൽ എത്രത്തോളം ഈശ്വരാനുഗ്രഹം ഉണ്ടെന്നാണ് നമ്മുടെ ചിന്ത. പൊതുവേ നമ്മൾ ജാതകത്തിലും പ്രശ്നത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ വ്യാഴം അനുകൂലമായിട്ട് വരാമെന്നൊക്കെ ചിന്തിക്കും. വ്യാഴം അനുകൂലമായിട്ട് വരാണെങ്കിൽ എന്താ പറയുക, ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ വീടിനോ ആ സ്ഥലത്തിനോ ദൈവാനുഗ്രഹം ഉണ്ട് ചിന്തിക്കും. പക്ഷെ മറ്റ് പ്രമാണങ്ങളും ഈ സ്ഥലപ്രശ്നേഷു സർവേഷു എന്നുള്ളതായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴും അതിൻ്റെ ഒരു വലിയ വ്യാപ്തിയുള്ള ശ്ലോകമാണത്. അത്തരം കാര്യങ്ങളെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ആ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തെക്കാൾ ഉപരി മറ്റ് ഗ്രഹങ്ങളുടെ ഗുണങ്ങളും അവിടെ ആവശ്യമാണ്. അത്ര ഗുണങ്ങളും എല്ലാം ഗുണങ്ങളായി എന്ന് വരുന്നില്ല. പക്ഷെ ആ ഭാവത്തെ, ആ വീട് എന്നുള്ളതായിട്ടുള്ള ഭാവത്തെ സംബന്ധിച്ച് ഗ്രഹങ്ങൾ പാടെ അബദ്ധത്തിലാണോ എന്നാണ് നമ്മൾ, അല്ലെങ്കിൽ എത്രത്തോളം ഗ്രഹങ്ങൾ ഗുണത്തിലാണോ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ അവിടെ നിന്ന് ഗുണത്തിലായിട്ടുള്ള, അപ്പോൾ ഇവിടെയൊക്കെ പല നിയമങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളടത്ത് നമ്മൾ ആ ഗ്രഹങ്ങളുടെ ഫലാബലം അനുസരിച്ചിട്ട് ആ വീട്ടിലെ ഏത് ദേവൻ്റേതായിട്ടുള്ള അനുഗ്രഹമാണ് അല്ലെങ്കിൽ ഏത് ദേവൻ്റേതായിട്ടുള്ള ദോഷമാണ് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ദോഷങ്ങൾ പരിഹരിക്കാനും ഈ ദോഷങ്ങൾ പരിഹരിച്ചതിലൂടെ ഈ വീടിന് അഭിവൃദ്ധി കൊണ്ടുവരാനും സാധിക്കും. ഇനി ദേവകോപം മാത്രമല്ല, ഇതിൻ്റെ സ്ഥലത്തിൻ്റെ കേടുകൾ, അതുപോലെ തന്നെ ഈ വീടിൻ്റെ കണക്ക് വ്യത്യാസങ്ങൾ, ഇതിൻ്റെ ഒരു ഈ വീട് ഈ ഭൂമിയിലിരിക്കുന്ന അലൈൻമെന്റിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു പ്രധാനമാണ് അത്ര. ഈ ദിശകളും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ വളരെ ദുഷ്ടതാണ് അത്ര, ശ്രദ്ധിക്കേണ്ടതാണ് അത്ര. അപ്പൊ ഇതിലുള്ളതായിട്ടുള്ള കേടുകൾ നമ്മൾ ആ സ്ഥലത്ത് വന്ന് ആ സ്ഥലത്തിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കി ആ സ്ഥലത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഗൃഹനാഥന്റെയോ നാഥയുടെയോ പേരിൽ നമ്മൾ പ്രശ്നം വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ വിഷയങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഏതൊരു ദേവനെ സംബന്ധിച്ചല്ല, ആ ഭൂമിക്ക് പല ദേവതകളുടെ ബന്ധം ഉണ്ടാവാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു ദേവന്റെ ബന്ധം അവിടെ ഉറപ്പിച്ച് പറയാനും സാധിക്കും. അതിപ്പോൾ ഈ പറയുന്ന പോലെ ചില ഒരു ശിവന്റെ ഭൂമിയായിരിക്കാം, ചില വൈഷ്ണവ ഭൂമിയായിരിക്കാം. അത് പുരാതനമായിട്ട് ആ ഭൂമിക്ക് ഏത് ബന്ധം വന്നു അത്. ഇനി ആ സ്ഥലം ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ വലിയ കുടുംബജനാദികൾ വസിച്ചിരുന്ന സ്ഥലമായിരിക്കാം. ഇപ്പോൾ പൊതുവെ ബ്രാഹ്മണ ഭൂമികളെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതല്ലാത്ത ഭൂമികളും പലയിടത്തും ഇപ്പോൾ ചില ഈ തെക്ക് ഭാഗത്തേക്കൊക്കെ പ്രശ്നത്തിനൊക്കെ പോയിട്ടുള്ള സമയത്താണ് അത്ഭുതപ്പെട്ടിട്ടുള്ളത്. ആ ഭൂമി കുറേ കാലഘട്ടം ചില ഈ നാട്ടിലെ എന്താ പറയുക, നാട്ടിലേതായിട്ടുള്ള ജോലികളൊക്കെ ഉണ്ടല്ലോ, നാടൻ ജോലികളൊക്കെ ചെയ്ത് നടന്നിരുന്ന അത്തരം ജനങ്ങളുടെ ഒരു കൈവശം പുരാതന കാലഘട്ടം തൊട്ടേ ഇരുന്ന്, അതിപുരാതന കാലഘട്ടം തൊട്ടേ ഇരുന്ന് അവിടെ അവരുടേതായിട്ട് ബന്ധപ്പെട്ട ദേവതകളൊക്കെ വെച്ച് ആരാധിച്ചിട്ടുള്ള ഭൂമികൾ. അതുപോലെ തന്നെ ചില പൂർവ്വകാലഘട്ടത്തിൽ രാജകുടുംബത്തിന്റെ കയ്യിലാണെങ്കിലും രാജകുടുംബത്തിന്റെ വിഷയങ്ങൾ, പടയും യുദ്ധവും വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടിരുന്ന ഭൂമികൾ. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് പോയപ്പോഴാണ് ഒരു പ്രധാനമായിട്ടും രാജകുടുംബം തന്നെ അവിടുത്തെ ഈ പരിചാരക വർഗത്തിൽ അല്ലെങ്കിൽ ആ സഹായവർഗത്തിൻ്റെ ഒരു കൈവശം ഇരുന്ന് അവരുടെ ഭൂമിയായിട്ട് മാറി. പിന്നെ അതിനുശേഷം ചില വീണ്ടും ബലം പ്രയോഗിച്ച് വാങ്ങലും കാര്യങ്ങളൊക്കെ നടന്ന് അങ്ങനെ ഒരു പ്രത്യേക ഒരു വിഷയം വളരെ അടുത്തൊരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നം വയ്ക്കുമ്പോഴും ഈ നമ്മളെപ്പോഴും ചിന്തിക്കും ബ്രാഹ്മണ ഭൂമിയാണ് എല്ലാം ചിന്തിക്കും. പക്ഷെ ആ ബ്രാഹ്മണ ഭൂമിക്കും വ്യത്യസ്തമായിട്ടുണ്ടായിരുന്ന പല ഭൂമികളും കണ്ടതായിട്ട് ഉണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പാരമ്പര്യം ചിന്തിച്ച് ആ ദുരിതങ്ങൾ ശരിക്കും നമ്മൾ പരിഹരിച്ച, ആ ഭൂമിയുടെ ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ചാൽ ആ ഭൂമിയിലുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ദേവന്റെ അല്ലെങ്കിൽ ആ ഭൂമിയുടെ നാഥനായിട്ടുള്ള ആ ഒരു ദേവന്റെ അനുഗ്രഹം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ആ ഭൂമിയുടെ അല്ലെങ്കിൽ ആ വീടിന്റെ ഈശ്വരാനുഗ്രഹം ചിന്തിക്കേണ്ടത്. അപ്പോൾ കേവലം ഒരു വ്യാഴത്തെ കൊണ്ട് മാത്രമല്ല, പൊതുവെ വ്യാഴത്തെ കൊണ്ടെല്ലാം ചിന്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, സംബന്ധിച്ചു സർവേശ്വരാണാം സാന്നിധ്യം നിത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാണെങ്കിൽ പോലും മറ്റു ഗ്രഹങ്ങളുടെയും വിഷയങ്ങൾ വളരെ വ്യാപ്തിയോടുകൂടെ ചിന്തിച്ച് ആ ദേവതകളെ മനസ്സിലാക്കണം. ഇനി ഈ ദേവതകളെ തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ ദേവതകളെ മനസ്സിലാക്കിയതിനു ശേഷം ആ ദേവതകളെ ഭജിക്കാൻ തുടങ്ങിയാലും അതത് മന്ത്രങ്ങളാണല്ലോ ഇവർക്ക് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിൻ്റെതായിട്ടുള്ള മന്ത്രം, ശൈവാണെങ്കിൽ ശൈവന്റെ, ഇനി അതുമല്ല മറ്റു ചില ദേവതകളുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ പരമ്പര അനുസരിച്ച് നമ്മൾ പല ദേവതകൾ, ഇപ്പോൾ ഭദ്രകാളിയുടെ ബന്ധം, ദുർഗ,
ഇപ്പോൾ സരസ്വതി, അങ്ങനെയൊക്കെ പല പല ദേവതകൾ പറയുമ്പോൾ അതത് മന്ത്രങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള ആചരണമാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയാണ്. അതത് മൂലമന്ത്രങ്ങളെ കൊണ്ടോ ധ്യാന മന്ത്രങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള പൂജ, അല്ല പൂജ എന്നുള്ള പൂജ വേണ്ട, അതത് മന്ത്രപുരസരമുള്ളതായിട്ടുള്ള പൂജകൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഇത് ചെയ്യുമ്പോഴാണ് ഇത്ര ദേവതകളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതൊക്കെ ജ്യോതിഷത്തിൽ നോക്കി ഏത് ദേവനാണ്, ആ ദേവന്റെ സ്വഭാവം എന്താണ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ എന്താ പറയുക ഇന്നതുപോലെ പ്രാർത്ഥിച്ചോളൂ എന്ന് എഴുതാനായിട്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പൊതുവെ ഇപ്പോൾ കർമ്മം ചെയ്യാൻ വരുന്ന കർമ്മികൾക്ക് പോലും മനസ്സിലാവണമെങ്കിൽ നമ്മളെ പ്രശ്നം വെച്ച് ആ പ്രശ്നം വെച്ച് പരിഹാരം എഴുതുന്ന അല്ലെങ്കിൽ ആ വഴിപാട് എഴുതുന്ന ചാർത്തിൽ കൃത്യമായിരിക്കണം ഇന്ന ദേവതയാണ്, ഇന്ന ദേവത ഇന്ന മന്ത്രങ്ങളെ കൊണ്ടാണ്, ഇന്ന മന്ത്രം അത് ഇത്ര ഒരു അവിടെ പ്രാർത്ഥിച്ചാൽ ആ ദേവന്റെ തൃപ്തിയാവും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അത് കൃത്യമായിട്ട് നോക്കിയിട്ട് അപ്പൊ അങ്ങനത്തെ പരമ്പരകളിൽ നമ്മൾ ആ പാരമ്പര്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിലനിന്നിട്ടുള്ള ദേവതകളെ മനസ്സിലാക്കി അത് പരിഹരിക്കണം നിർബന്ധമായിട്ടും. ഇനി ഈ ദേവതകൾ വീട്ടിലിരിക്കുന്ന ദേവതകളാണോ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ വീട്ടിൽ വെച്ചു നമ്മൾ പ്രാർത്ഥിച്ചു, ഇത് വീട്ടിൽ ഇങ്ങനെ സുഖീയമായിട്ട് അവിടെ ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ താല്പര്യപ്പെടുന്ന ദേവതകളാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. അത് വെച്ചാൽ ഒരു പ്രൈവറ്റ് ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രം ഇരിക്കാവുന്ന സംഭവമാണോ, അല്ല ഇത് കുറേ ജനങ്ങളായിട്ട് ആരാധിച്ചാലേ നിലനിൽക്കുള്ളൂ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതലും മനസ്സിലാക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. അങ്ങനെയൊക്കെയാണ് ആ ദേവതാ വിഷയങ്ങൾ വരണത്. ഇനി ദേവതകൾക്ക് തന്നെ പ്രത്യേക വിഷയങ്ങളുണ്ട്. പല ആളുകളുടെ കയ്യിലിരിക്കുമ്പോൾ ആ ദേവന് പല സ്വഭാവമായിരിക്കും. അത് ശരിയാണ്. കാരണം അവരുടെ നോക്കുന്ന രീതികളുള്ള വ്യത്യാസമാണ്. അവരെങ്ങനെ കൊണ്ടു നടക്കുന്നു, ആ ദേവതകളുടെ മന്ത്രങ്ങളും പൂജാവിധികളും എങ്ങനെയാണോ അതിനനുസരിച്ച് ദേവതകളുടെ സ്വഭാവം. അതപ്പോൾ നമുക്കുണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെയും പല സമയത്തും പല സ്വഭാവമല്ല നമ്മളൊക്കെ കാണിക്കുക. അതേപോലെ ദേവന്മാർക്കും ഉണ്ട് പല അവതാരങ്ങളും രൂപങ്ങളും അങ്ങനെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആ ദേവതകളുടെ സ്വഭാവം മനസ്സിലാക്കി ഏത് സ്വഭാവത്തിലാണ് ദേവൻ കൂടുതലായിട്ട് ആ ഒരു ഗൃഹത്തിലോ അല്ലെങ്കിൽ ആ ഗൃഹാന്തർഭാവത്തിലോ അല്ലെങ്കിൽ ആ ഒരു വാസസ്ഥലത്തോ കാണുന്നത്, അത് മനസ്സിലാക്കിയിട്ടാണ് ദേവന്റെ സ്വഭാവം ആ ധ്യാനമന്ത്രങ്ങളും രൂപമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ ജ്യോതിഷത്തിൽ കൃത്യമായിട്ട് ദ്രേക്കാണ സ്വരൂപത്തിലൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും എന്താണ് ദേവന്റെ സ്വഭാവം എന്താണ്, പ്രാർത്ഥനയും പൂജകളും ഇനി ഇരുന്നിരുന്ന സ്ഥലം, പാരമ്പര്യം, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ കൃത്യമായിട്ട് ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി അത് ആ ഭൂമിയിൽ വന്ന് പ്രശ്നം വെച്ച് വിശദമായിട്ട് അഷ്ടമംഗല പ്രശ്നമോ താമ്പൂല പ്രശ്നമോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വിശദമായിട്ട് നോക്കി ആ ദേവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാര വിഷയങ്ങളും കാര്യങ്ങളും ചിന്തിച്ച് അത് ചെയ്യണം. നന്നാവും. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഒരു സ്ഥലത്തോ വീട്ടിലോ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ കേടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതോ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമസ്കാരം.